ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിക്കാഹ്നമ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. നമ്മൾ നിക്കാഹ്നമേന്റെ മേക്കിംഗ് വീഡിയോ ഇട്ട സമയത്താണെങ്കിലും പെണ്ണിന്റെ മേക്കിംഗ് വീഡിയോ ഇട്ട സമയത്താണെങ്കിലും നിക്കാഹ്നമേന്റെ എഡിറ്റിംഗ് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറേ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മൂഡ് വന്നത്. സോ ഹിയർ ഈസ് ദ വീഡിയോ. നമുക്കിതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 എഡിറ്റിംഗ് ആപ്പുകളുടെ ആവശ്യമുണ്ട്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഗൂഗിളാണ്. ഗൂഗിൾ എടുത്തിട്ട് നമുക്ക് കുറച്ച് അറബിക് കാലിഗ്രഫി ടെക്സ്റ്റുകൾ ഡൗൺലോഡ് ചെയ്യാം. മെയിൻലി നമ്മൾ നിക്കാഹ്നമ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വഖ്ലക്നാക്കും അസ്വാജ ബാറക്കല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ വജമാബൈനുക്കുമ ഫിൽ ഖൈർ, അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ ഒരു ടൈപ്പ് ഓഫ് കുറച്ച് കാലിഗ്രഫി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ വഖ്ലക്നാക്കും അസ്വാജ മാത്രമേ കാണിക്കുന്നുള്ളൂ, ബിക്കോസ് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അത് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം ഗൂഗിളിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇതിൽ തന്നെ അപ്ലോഡ് ഇമേജ് ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു വഖ്ലക്നാക്കും അസ്വാജൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിലൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്തിട്ട് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് വരും. താഴെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ നോക്കിയിട്ട് പ്രിവ്യൂ നോക്കിയിട്ട് ജസ്റ്റ് സേവ് ഇമേജ് അടിക്കും. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാലിഗ്രഫിയും ഡൗൺലോഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഗാലറിയിൽ ഉണ്ടായിരിക്കും. ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ ആക്കി വെക്കുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ നിക്കാഹ്നമ ടെംപ്ലേറ്റ്സ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് നിക്കാഹ്നമന്റെ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മുടെ നിക്കാഹ്നമക്ക് ആവശ്യമായിട്ടുള്ളത് ഏത് കളർ കോമ്പിനേഷൻ ആണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇമേജിന്റെ താഴെ വരുന്ന 3 കുത്തുണ്ടല്ലോ, അതിൽ ഡൗൺലോഡ് ഇമേജ് ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ആക്കാം. ഇനിയാണ് ശരിക്കും നമ്മൾ എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് ക്യാൻവ എന്ന് പറയുന്ന ആപ്പാണ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ആയത്തുകളും അതുപോലെ തന്നെ കുറച്ച് ടെക്സ്റ്റുകളും ഗൂഗിളിൽ നിന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കാനുണ്ട്. ഇത് ഓൾറെഡി ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു ടൈമിൽ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. പക്ഷേ ഈ കോപ്പി ചെയ്ത സാധനമൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കുവാണെങ്കിൽ പിന്നീട് നമുക്കത് യൂസ്ഫുൾ ആവും. പിന്നെ നമുക്കത് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി വാട്സപ്പ് തുറന്നിട്ട് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഇതിൽ 1-2 ടെക്സ്റ്റുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്നും യൂസ് ചെയ്യില്ല. സോ ഞാൻ ജസ്റ്റ് എല്ലാം കൂടെ ഇതിൽ പറയുന്നില്ല. ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ആവശ്യമുള്ളവർ ജസ്റ്റ് അവിടെ നോക്കിയാൽ മതി കേട്ടോ. സോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു സ്ഥലത്ത് വെച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ക്യാൻവ ഓപ്പൺ ആക്കാം. ക്യാൻവ ഓപ്പൺ ആക്കി കഴിഞ്ഞതിന് ശേഷം സെർച്ച് ബാറിൽ A4 ടെംപ്ലേറ്റ് ബ്ലാങ്ക് എന്നോ അല്ലെങ്കിൽ ബ്ലാങ്ക് A4 ടെംപ്ലേറ്റ് എന്നൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു A4ന്റെ ടെംപ്ലേറ്റ് കിട്ടും. സോ ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ കാണും. റീപ്ലേസ്മെന്റിൽ നിൽക്കിയിട്ട് നമ്മൾ നേരെ ഡൗൺലോഡ് ആക്കിയിട്ടുള്ള ടെംപ്ലേറ്റ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇനി നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നേരത്തെ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത്, എന്നാലും ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതും കൂടെ കാണിച്ചു. സ്ക്രീനിൽ കാണുന്ന താഴെ എലമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ ഞെക്കിയാൽ നിങ്ങൾക്ക് ഒരു സെർച്ച് ബാർ കാണാൻ പറ്റും. അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ ബിസ്മില്ല കാലിഗ്രഫി എന്നോ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ കളക്ഷൻസ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താലും നമുക്ക് ബിസ്മില്ല എന്ന കാലിഗ്രഫി കിട്ടാവുന്നതാണ്. അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് മേലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് താഴെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഇൻ ദ നെയിം ഓഫ് ഓൾമൈറ്റി എന്ന് എഴുതാം. ഇനിയിപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ ഫോണ്ട്, കളർ എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഫോണ്ടുമ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോൺസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇഷ്ടപ്പെട്ട രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ആവശ്യം ഒരു ടെക്സ്റ്റ് ആണ്. സോ നമ്മൾ നേരത്തെ വാട്സപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഒരു ടെക്സ്റ്റ് എടുത്ത് അത് കോപ്പി ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാണ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെ. ടെക്സ്റ്റ് എടുക്കുക, നേരെ കോപ്പി ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ടിന്റെ സൈസ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ കളേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ആഡ് ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമില്ല. അതെല്ലാം നമ്മുടെ ഇമാജിനേഷനും നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക് സ്കില്ലിനൊക്കെ അനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പേ ബാറക്കല്ലാഹു ലക്കുമ കൊടുക്കുകയാണെങ്കിൽ ഒന്നും ബെറ്റർ ആയിരിക്കും. ഞാൻ ആക്ച്വലി ഇത് മറന്നുപോയതാണ്. സോ നമുക്കത് ഇപ്പോൾ ആഡ് ചെയ്യാം. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സൂറത്തുൽ അൽ റൂമിലെ ഒരു ആയത്താണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നോർമലി 1-2 ആയത്തുകൾ നമ്മൾ നിക്കാഹ്നമയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ആയത്താണ്. ഞാൻ എന്തായാലും ബാക്കി ആയത്തുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലായിട്ട് കൊടുക്കാം കേട്ടോ. സോ വാട്സപ്പ് പോയി കോപ്പി ചെയ്തിട്ട് നമ്മൾ ക്യാൻവയിൽ വരുന്നു, വീണ്ടും ടെക്സ്റ്റ് എടുക്കുന്നു, അവിടെ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ദെൻ അത് ഫോണ്ട് സൈസ് മാറ്റുന്നു, ഫോണ്ട് മാറ്റുന്നു, കളർ വേണമെങ്കിൽ അത് മാറ്റുന്നു. അതെല്ലാം ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് എല്ലാ നിക്കാഹ്നമയിലും മസ്റ്റ് ആയിട്ടും ഉണ്ടാവേണ്ട ഒരു സാധനമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രൊസീജിയറാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇങ്ങോട്ട് വരുന്നു, അത് ടെക്സ്റ്റിൽ നമ്മൾ പോയിട്ട് അത് പേസ്റ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നു, വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം, ഫോണ്ട് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേരാണ് എഴുതുന്നത്. അത് ഞാനിവിടെ മുഹമ്മദ് ആൻഡ് ഫാത്തിമ എന്ന് ജസ്റ്റ് വെറുതെ കൊടുക്കുവാണ്. ഓൾസോ ഈ ഒരു ഫോണ്ട് ജസ്റ്റ് ഞാനിവിടെ വെറുതെ കൊടുക്കുന്നുണ്ട്. അയ്യോ, ഇതിങ്ങനെ ചേഞ്ച് ആയി എന്ന് വിചാരിച്ച ആരും പേടിക്കണ്ട. ആക്ച്വലി ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കയ്യിൽ നിന്ന് സാധനം പോയി കിട്ടി. അപ്പോൾ ഞാൻ വേറൊരു ടെംപ്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇതിൻ്റെ താഴെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേരിൻ്റെ താഴെ നമ്മൾ അവരുടെ ഡേറ്റ് കൊടുക്കണം. അത് ഇംഗ്ലീഷ് ഡേറ്റും വേണം, അറബിക് ഡേറ്റും വേണം. ഇംഗ്ലീഷ് ഡേറ്റിന്റെ തൊട്ട് മുന്നേ ഓൺ ദാന്നും അതുപോലെ തന്നെ അറബിക് ഡേറ്റിന്റെ തൊട്ട് മുന്നേ കറസ്പോണ്ടിങ് ടു ദാന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ബ്രൈഡിനും ഗ്രൂമിനും സൈൻ ചെയ്യാനുള്ള ആ ഒരു
ചെറിയൊരു പോർഷനാണ്. നോർമലി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടെക്സ്റ്റ് എടുക്കുന്നു, അവിടെ ബ്രൈഡ് എന്ന് എഴുതുന്നു, അപ്പുറത്തെ സൈഡിൽ ഗ്രൂം എന്ന് എഴുതുന്നു. ജസ്റ്റ് നേരെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ലൈന് കൊടുത്താൽ മതി. അതും നേരത്തെ പറഞ്ഞ എലമെന്റ്സിൽ ലൈൻ എന്ന് കൊടുത്താൽ അത് അവിടെ കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. സംഭവം ഭയങ്കര സിമ്പിളാണ്. ഇനി നമുക്കിത് നേരെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. തൊട്ട് മേലെ ഒരു ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് ആണ് വരിക. ഈ സേവ് ഇമേജ് ഓൾമോസ്റ്റ് സേവ് ആയി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. സോ അതിൽ സേവ് ഇമേജ് ഞെക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് അത് നമുക്ക് ഗാലറിയിലേക്ക് വരുന്നതായിരിക്കും. സംഭവം ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ, സിമ്പിളാണ്. ഇതിപ്പം നമ്മൾ നിക്കാഹ് ബുക്ക്ലെറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ 2 സൈഡിൽ ചെയ്യും. ഇത് ആക്ച്വലി ഒരു സൈഡാണ്. മറ്റേ സൈഡിൽ കാര്യമായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഒരു വഹ്ലക്നാക്കും അസ്വാജ മാത്രമേ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ആയത്തിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും കൊടുക്കും. പിന്നെ അക്രൈലിക് കട്ടിങ്സ് ആണ് കൂടുതലും മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു മോഡൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിക്കാഹനമൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ആയിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ബൈ, സീ യു.